ഹായ് ഹലോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ, കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ചേക്കേറിയിരിക്കുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ഒരു മഹാസംഭവമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം, നമ്മുടേത് മലയാളികൾ ഇന്ന് വരെ കാണാത്ത ദൃശ്യ വിസ്മയം, ബറോസ്. അതെ, ഞാനും ബറോസ് കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ, നമ്മുടെ മലയാള സിനിമയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയെ കുറച്ച് ആളുകളുണ്ട്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ. അവരെക്കുറിച്ച് ഞാൻ ആദ്യം പറയും, അതിനുശേഷം ബറോസിനെ കുറിച്ച് ഞാൻ പറയും. ഇന്ന് ഞാൻ ബറോസ് കണ്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞാനും മോളും അതേപോലെ തന്നെ എൻ്റെ അളിയൻ്റെ മോളും ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. ഞങ്ങളാണ് സിനിമ കണ്ടിട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോട് അപ്സര തിയേറ്ററിൽ നിന്നാണ് സിനിമ കണ്ടത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയം എന്ന് പറയുന്നത് ബറോസ് എന്ന സിനിമയെ കുറിച്ചാണ്. കാരണം ബറോസ് എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് പേര് അത് കാണുകയും ചെയ്യും, ആ ഒരു റീച്ച് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ബറോസിനെ കുറിച്ച് കൂടുതലും വന്നിരിക്കുന്നത് നെഗറ്റീവ് റിവ്യൂകളാണ്. അതെന്തുകൊണ്ട് വന്നു, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇന്ന് വരെ കാണാത്തൊരു ദൃശ്യവിസ്മയം, ഒരു ഹോളിവുഡ് ദൃശ്യവിസ്മയം പോലെ നമുക്ക് അനുഭവപ്പെടുന്ന സിനിമയാണ് ബറോസ്. അതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞ ആരും ഒരു 70% ആൾക്കാർ ശരിക്കും ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെ ആസ്വദിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. ഇനി ഒരു പക്ഷേ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാതെയാണോ അത് പറഞ്ഞത് വരെ സംശയമുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഒരു ഇതായിട്ടാണ് തോന്നിയത്. കാരണം നല്ലപോലെ ആ സിനിമ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ആരും അതിനൊരു നെഗറ്റീവ് റിവ്യൂ പറയില്ലായിരുന്നു. ഈ റിവ്യൂ പറയുന്ന പലരും സിനിമയുടെ റിവ്യൂ കാണാനായിട്ട്, സിനിമ കാണാനായിട്ട് കയറി കഴിഞ്ഞാൽ അവർ അതിൻ്റെ നെഗറ്റീവ് മാത്രമായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. അതിലെ നല്ല വശങ്ങളോ അല്ലെങ്കിൽ സിനിമ ശരിക്കും ആസ്വദിക്കാനോ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അതിലെന്തൊക്കെ നെഗറ്റീവ് ഉണ്ട്, അതായത് ഒരു കല്ല് വന്ന് തെറ്റാൽ ഇടത്തോട്ട് പോയോ വലത്തോട്ട് പോയോ അതൊക്കെയാണ് അവർ നോക്കുക. അല്ലാതെ ആ സിനിമയെ ആസ്വദിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് സിനിമ ഇഷ്ടപ്പെടാതെ പോയത് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരു കൂട്ടർ. ഇനി ഒരു കൂട്ടരുണ്ട്, സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയും 3D സൂപ്പർ, ഛായാഗ്രഹണം അടിപൊളി, പാട്ട് കിഡും, അതിൻ്റെ മേക്കിങ് ഇതുവരെ കണ്ടിട്ടില്ല, അടിപൊളി, ഇതുവരെ കാണാത്ത മേക്കിങ്, സിനിമ എങ്ങനെയുണ്ട്, സിനിമ കൊള്ളില്ല, ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതിലെ എല്ലാ സംഭവങ്ങളും സൂപ്പറാണ്, കിഡുവാണ്, പൊളിയാണ്, സിനിമ കൊള്ളില്ല. കാരണം സിനിമ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ചാനലിന് റീച്ച് കിട്ടൂല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു, ഞാൻ നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ അവരെന്നെ കുറ്റപ്പെടുത്തൂലേ, അങ്ങനെ പറയുന്ന ഒരു കൂട്ടർ. ഇനി ഒരു കൂട്ടരുണ്ട്, സിനിമ ഒക്കെ റിവ്യൂ പറഞ്ഞ അതിൻ്റെ അടിയിലുണ്ടാവും എൻ്റെ പൈസ പോയി, അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ദിവസം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ആരും തള്ളിക്കൈക്ക് വിടുന്നില്ല, ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർക്ക് സിനിമ കാണാം, അഭിപ്രായം കേട്ടിട്ട് പോയാൽ പോലെ. ഇനിയിപ്പോൾ ഈ പറയുന്നവന്മാർ തിയേറ്ററിൻ്റെ പരിസരത്ത് പോലും എത്തിയിട്ടുണ്ടാവില്ല, എന്നിട്ടാണ് പറയുന്നത് എൻ്റെ പൈസ പോയി, അല്ലെങ്കിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറയുന്നവർ ചിലപ്പോൾ തിയേറ്ററിൻ്റെ പരിസരത്ത് പോലും എത്താത്തവരാണ് ഈ കമൻറ്റ് ഇടുന്ന കുറേ എണ്ണം. ശരിക്ക് ബറോസ് എന്ന സിനിമ കാണുകയാണെങ്കിൽ ഈ കണ്ട നെഗറ്റീവ് പറഞ്ഞ എല്ലാവർക്കും അറിയാം, മലയാളത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു സംഭവമാണ് ബറോസ്. അത്രയ്ക്ക് ക്ലിയർ ക്രിസ്റ്റൽ സിനിമ. അതിലെ 3D എഫക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതുവരെ മലയാളത്തിൽ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ്. മോഹൻലാലിൻ്റെ ഇത്രയും നാളത്തെ വർഷത്തെ അഭിനയത്തിൻ്റെ സിദ്ധി കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സിനിമ ഒരു രക്ഷയില്ല. ശരിക്കും സിനിമ ആസ്വദിച്ച ആർക്കും അറിയാം, കിഡിലെ സിനിമയാണ് കിഡിലോ. മലയാളത്തിൽ എല്ലാ കുട്ടികളെയും നമ്മൾ കൊണ്ട് കാണിക്കണം. കാരണം ഇതൊക്കെ എപ്പോഴെങ്കിലേ സംഭവിക്കുകയുള്ളൂ. ഇതിന് TV വന്നിട്ട് കാണാമെന്നോ OTT വന്നിട്ട് കാണാമെന്ന് പറഞ്ഞാലൊന്നും ഈ സിനിമ കാണരുത്. കാരണം ഇത് തിയേറ്റർ വാച്ചബിളാണ്. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം, നല്ല തിയേറ്ററിൽ പോയിട്ട് കാണണം. ഇതിൻ്റെ 3D കണ്ടാണ് ഞങ്ങൾ അപ്സര തിയേറ്ററിൽ പോയത്. നല്ല സൂപ്പർ ഗ്ലാസ് ഒക്കെയാണ്, നമുക്ക് 3D വെക്കാൻ തന്നതൊക്കെ
അടിപൊളി ഗ്ലാസ്സാണ്, ലോക്കൽ സാധനങ്ങളൊന്നുമല്ല, നല്ല കണ്ണടയാണ്. ആ കണ്ണടയിലൊക്കെ വെച്ചിരുന്ന് ആ വലിയ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടപ്പോൾ സംതൃപ്തി, അത്രയ്ക്ക് നല്ല സിനിമയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഓരോരുത്തർ പറഞ്ഞ നെഗറ്റീവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ബെറോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബെറോസ് ഒരു 3D വിസ്മയമാണ്. ഇന്ന് വരെ മലയാള സിനിമ കാണാത്ത ഒരു 3D വിസ്മയം. എന്ന് വെച്ചാൽ സാധാരണ 3D സിനിമ എന്ന് പറഞ്ഞാൽ 2D എടുത്തിട്ട് കൺവെർട്ട് ചെയ്ത് 3D പക്ഷേ ബെറോസ് എന്ന സിനിമ 3D തന്നെയാണ് ചിത്രീകരണം. 2 ക്യാമറ ഒരേ സമയം വെച്ച് 3D തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സാധാരണ ഒരു 3D സിനിമ 2.5 മണിക്കൂറൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് തലവേദന എടുക്കും. ആ ഒരു കാര്യം ലാലേട്ടൻ അറിയുന്നതുകൊണ്ട് അങ്ങനെ പ്രേക്ഷകർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ 3D തന്നെ ചിത്രീകരിച്ചത്. ഈ 3D ചിത്രീകരിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിന് പണച്ചെലവ് കൂടുതലാണ്. പിന്നെ ഇതിൽ ഷോട്ടുകളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, സമയം ഒരുപാട് നഷ്ടപ്പെടും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരും പണച്ചെലവിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ റിസ്ക്കൊക്കെ ഓർത്തിട്ട് എല്ലാവരും 2D ചിത്രീകരിച്ചിട്ട് 3D കൺവെർട്ട് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ബെറോസ് ഫുൾ ഷോട്ടുകളും ചിത്രീകരിച്ചിരിക്കുന്നത് 3D. അതിൻ്റെ 3D എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. മലയാള സിനിമയിൽ എല്ലാവർക്കും ഒരു പുതിയ ദൃശ്യാനുഭവം തന്നെയായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സംഗീതമായിക്കോട്ടെ, പശ്ചാത്തല സംഗീതമായിക്കോട്ടെ, അതുപോലെ തന്നെ അതിൻ്റെ ആക്ഷൻ സീനുകളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഇതിലൊരു ആനിമേറ്റഡ് കഥാപാത്രമുണ്ട്. അതും മലയാള സിനിമയ്ക്ക് ഒരു പുതുമയാണ്. ഫുൾ ലെങ്ത്തിൽ, അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആദ്യമായിട്ടായിരിക്കും മലയാള സിനിമയിൽ ഇത്രയും പെർഫെക്റ്റ് ഒരു ആനിമേറ്റഡ് കഥാപാത്രം വരുന്നത്. അതുപോലെ തന്നെ ആനിമേറ്റഡ് കഥാപാത്രങ്ങളോട് ഒരു സ്റ്റണ്ട് സീൻ ഉണ്ട്, ആക്ഷൻ സീൻ, അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ അത്രയൊക്കെ എടുത്തിട്ടും ഈ മലയാള സിനിമ, അതായത് ബെറോസ് മോശമാണ് പറഞ്ഞപ്പോൾ. അതിലെ കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് നല്ലൊരു കഥയുണ്ട്. ഇതൊരു ഫാൻറ്റസി, സാങ്കല്പിക കഥയാണ്, ഒരു പോർച്ചുഗീസ് കഥയാണ്, ഒരു സാങ്കല്പിക കഥയാണ്. അങ്ങനെ വേണം നമ്മൾ സിനിമ കാണാൻ. ലാലേട്ടൻ തന്നെ പറഞ്ഞു കുട്ടികൾക്കുള്ള സിനിമയാണെന്ന്. നമ്മൾ മുതിർന്നവരുടെ ഉള്ളിലൊരു കുട്ടികളുണ്ട്, ആ കുട്ടിത്വത്തോടെ കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മുതിർന്നവർക്കും മനസ്സിലാവും, കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ്. കാരണം വെറും കുട്ടികളുടെ പടമല്ല ഇത്. ഇനിയും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒരു കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥാപാത്രങ്ങളുടെ കാര്യം കേട്ടോ. ഇതിൽ മലയാള താരങ്ങൾ വളരെ കുറവാണ്. നമുക്ക് പരിചിതമായ മുഖം എന്ന് പറഞ്ഞാൽ ഗുരു സോമസുന്ദരവും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും. പിന്നെ ഒരു കഥാപാത്രമുണ്ട്, ആരും അധികം പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ പറയാം. പ്രണവ് മോഹൻലാലും ഇതിൽ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മലയാള താരങ്ങളുള്ളത്. ഇതിനെക്കുറിച്ച് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇതിൽ മലയാള കഥാപാത്രങ്ങളെ കൊണ്ടുവരാത്ത, അല്ല പരിചിത മുഖങ്ങളെ കൊണ്ടുവരാത്തുള്ള കാരണം. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമ കാണുമ്പോൾ ആർക്കും അധികം പരിചിതമില്ലാത്ത മുഖങ്ങൾ വേണമെന്ന് തോന്നിയിരുന്നു. പിന്നെ ഈ ഒരു സിനിമ മലയാള സിനിമയായിട്ട് തോന്നരുത്. ഇത് തികച്ചും മലയാള സിനിമയായിട്ട് തോന്നാതിരിക്കാനും പിന്നെ ആരും കാണാത്ത മുഖങ്ങളെ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇതിൽ വിദേശ താരങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിദേശ പടമാണെന്ന് തന്നെ തോന്നുമ്പോൾ നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ കുറെ പറഞ്ഞത് ലാഗ് അടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാന്റസി കഥയാണ്. ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് 3D. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കഥ പറഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇതൊരു ഫാസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അത് മാത്രമല്ല, ഇതിനെ വിശദീകരിച്ച് തന്നെ പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി റിവ്യൂ ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായില്ല. അതാണ് അവർ കുറ്റം പറയാൻ കാരണം. നല്ലൊരു കഥയുണ്ട്, നല്ലൊരു സന്ദേശമുണ്ട് ആ സിനിമയിൽ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല, നമ്മുടെ റിവ്യൂ പറഞ്ഞ ആൾക്കാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരത് നെഗറ്റീവായിട്ട് റിവ്യൂ പറഞ്ഞു. ഇതിലെന്തുകൊണ്ട് വിദേശ താരങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ളതൊക്കെ അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. കാരണം നമ്മുടെ മലയാള താരങ്ങളാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരായിട്ട് കയറുന്നതൊക്കെ. പക്ഷേ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മലയാള പടമായിട്ട് കാണരുത്. അതുപോലെ തന്നെ ഇതിൽ എല്ലാ മുഖങ്ങളും പരിചിതമില്ലാത്ത മുഖങ്ങൾ വേണം തോന്നി. അതുകൊണ്ടാണ് വിദേശ താരങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞത്. നമ്മൾ ഇനി ചിന്തിക്കുന്നത് വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ VFX ആനിമേറ്റഡ്. മലയാള സിനിമയിൽ ഇന്ന് വരെ കാണാത്ത ഫുൾ ലെങ്ത് ഏറ്റവും കൂടുതൽ VFX ഷോട്ടുകൾ കൊണ്ടുവന്ന സിനിമയാണ് ബെറോസ്. ഇതിൻ്റെ VFX ആനിമേറ്റഡ്, ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലല്ല, വിദേശ രാജ്യം തായ്ലാൻഡ്, അതുപോലെ തന്നെ US, UK ഇതിൻ്റെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മികവ് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് കഴിയും. ഇതിലൊരു അണ്ടർ വാട്ടർ സോങ് ഉണ്ട്, അത് 6 ആഴ്ച കൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്ത് തീർത്തിയെന്ന് പറഞ്ഞു. എന്തും മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ. അതിനെയൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞ ആൾക്കാർ.
ആ സീനുകൾക്ക് നമ്മൾ മലയാളത്തിൽ എങ്ങനെ ഇത്ര നല്ല ചിത്രീകരിച്ചിട്ടും അതിന് കുറ്റം പറയാൻ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ മോശം റിവ്യൂസ് എല്ലാവരും പറയുന്നത്. പിന്നെ ഇതിൻ്റെ ചില ഷോട്ടുകളൊക്കെ വളരെ ഡെപ്തായിട്ടാണ് എടുത്തിരിക്കുന്നത്. കട്ട് പറയാതെ തന്നെ നിരകളും പാളികളുമായിട്ടൊക്കെയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. കാണികൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിരകളായിട്ടും പാളികളായിട്ടൊക്കെ ഇതിൻ്റെ ഷോട്ടുകൾ എടുത്തിരിക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് ആ 3Dയിലും കൂടെ വരുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാവും. നല്ലൊരു ദൃശ്യാനുഭവം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊന്നുണ്ട്, ഇതിൻ്റെ മേക്കിംഗ്, ഇതിൻ്റെ സംവിധായകൻ ലാലേട്ടൻ. ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് ഈ സിനിമയ്ക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ നമ്മൾ കാണുന്നത് ഇതൊരു മലയാള സിനിമയായിട്ടല്ല ശരിക്കും നമ്മൾ കാണുന്നത്. അത്രയ്ക്ക് സംഭാഷണം മലയാളമാണെങ്കിൽ അത്രയ്ക്ക് ഗംഭീര സിനിമയാണ്. നമ്മുടെ മക്കളെ നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ട് കാണിക്കുക. കാരണം നമ്മൾ പണ്ടൊക്കെ നമ്മൾ കണ്ടത് മൈഡിൽ കുറിച്ചത് സിനിമയാണ്, ശരിക്കൊരു 3D സിനിമ ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് കണ്ട സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഈ സിനിമ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നീട് അവർക്ക് ഇതേപോലത്തെ ഒരു സിനിമ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇത് അത്രയും ഗംഭീരമായിട്ട് 3D ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്, 3Dയിൽ എടുത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. അല്ലാതെ മറ്റുള്ള സിനിമ വെട്ട്, കൊല, അതേപോലെ വെടി, ഇങ്ങനത്തെ സിനിമയൊക്കെ അല്ല പിള്ളേർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. പിള്ളേർക്ക് കാണിച്ചു കൊടുക്കേണ്ട സിനിമ ബാറോസ് പോലത്തെ സിനിമകളാണ്. അല്ലാതെ വയലൻസ് കൂടിയതോ അല്ലെങ്കിൽ വെടി കടവട, കൽക്കി, അന്യൻ, ഇതൊക്കെയാണ് നമ്മുടെ റിവ്യൂസ് പ്രതീക്ഷിച്ചത്. 3Dയിലൊരു കൽക്കി, 3Dയിലൊരു അന്യൻ, 3Dയിലൊരു നരസിംഹം. മോഹൻലാലിന് വേണമെങ്കിൽ ഒരു മാസ് ഫിലിമൊക്കെ ചെയ്യാമായിരുന്നു. അദ്ദേഹം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഫാമിലി ആയിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു സിനിമ ചെയ്തത്. ഇതൊരു പോർച്ചുഗീസ് കഥയാണ്, സാങ്കല്പിക കഥയാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ മമ്മൂക്കയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ തരുന്നത്. അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു തന്നിട്ടാണ് ഈ സിനിമ തന്നെ തുടങ്ങുന്നത്. ഇതൊരു സാങ്കല്പിക കഥയാണ്, ഒരു പോർച്ചുഗീസ് കഥയാണ്. അതായത് ഗോവയിൽ വെച്ച് നടക്കുന്ന കഥയാണ്. പിന്നെ ഒരു ഭൂതവും കുട്ടിയായിട്ടുള്ള ഒരു സംവാദം, ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള നിധി സൂക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് തലമുറയ്ക്ക് ശേഷം വരുന്ന ആ കുട്ടിക്ക് നിധി കൈമാറുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ. ഇതിനെ വളരെ മനോഹരമായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സിനിമയാണ് ബറോസ്. എന്നിട്ടും അതിന് ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്നു. ഒരുപാട് പേരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു എന്താ പറയുക ശ്രമകരമായ ഒരു സംഭവമാണ് ഈ സിനിമ. അതിനെ വെറും 2 മണിക്കൂർ കൊണ്ട് ഇരുട്ട് റൂമിലിരുന്നിട്ട് അങ്ങോട്ട് തകർക്കുക. എന്താണല്ലേ, ഒന്ന് ചിന്തിച്ചുകൂടെ? ആർക്കൊന്ന് ചിന്തിച്ചുകൂടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരെ കുറിച്ച്? നമുക്കറിയാം, നമുക്കൊരു ക്യാമറ, ഈ പറയുന്ന ഓമാർക്കൊന്നും ക്യാമറ എവിടെ വെച്ചൊരു ഷോട്ട് എടുക്കണമെന്നോ അല്ലെങ്കിൽ 10 ആൾക്കാരുടെ മുമ്പിൽ ഞെളിഞ്ഞൊന്നൊരു വർത്താനം പറയാൻ പോലും തൻ്റെ ഇടയില്ലാത്തവരാണ്. അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തവരാണ് ഇരുട്ട് റൂമിൽ വെച്ചിട്ട് ഇത് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടാവണം. ഈ പറയുന്ന റിവ്യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഒരു സിനിമ എടുത്ത് കാണിച്ചു കൊടുക്കണം, ഇതാണ് സിനിമ എന്നാണ്ട് പറയണം. അതിൻ്റെ തൻ്റെ ഇടമുണ്ടോ? ഉണ്ടാവില്ല. എന്നിട്ടാണ് അവർ റിവ്യൂ പറയുന്നത്. കാരണം ഈ സിനിമയിലൊക്കെ പ്രവർത്തിച്ച് അവർക്കറിയാം ഇത് ഏത് രീതിയിൽ എടുക്കണമെന്നും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നും അതെങ്ങനെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കണമെന്നും അവർക്കൊക്കെ അറിയാം. നമുക്കിത് അറിയില്ല, എനിക്കും അറിയില്ല. പിന്നെ നമ്മളതിനെക്കുറിച്ച് കുറെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ലേ, നമ്മൾ അതിനെക്കാട്ടി വലിയ ആളായിരിക്കണം നമ്മൾ. അങ്ങനെ സിനിമയെ എടുത്തോ അല്ലെങ്കിൽ അഭിനയിച്ചോ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അതിന് കുറ്റം പറയാൻ പറ്റും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു സിനിമയാണ് ബറോസ്. കഴിയുമെങ്കിൽ തിയേറ്റർ വാച്ചാണ്, അതുകൊണ്ട് തന്നെ മിസ്സാക്കാതെ കൊണ്ടായിട്ട് കാണിച്ചോളൂ. ഒരു നഷ്ടം ഉണ്ടാവില്ല. അതിലെ 3D എഫക്ട്സ് മാത്രം മതി കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് ലാലേട്ടൻ തന്നെ പറഞ്ഞതാണ്, മലയാള സിനിമയിൽ മോഹൻലാലിന് വേണേൽ ഒരു മാസ് സിനിമ ഉണ്ടാക്കാം, അത് ആർക്കും കഴിയും. പക്ഷേ ബറോസ് പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ മലയാളത്തിൽ വേറെ ആരും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അങ്ങനത്തെ ഒരു കഥയാണ്, അങ്ങനത്തെ ഒരു കഥാ പശ്ചാത്തലമാണ്, കുറച്ച് റിസ്ക് പിടിച്ചൊരു സംഭവമാണ്. അത് ചെയ്യാൻ നമ്മുടെ ലാലേട്ടന് മാത്രമേ കഴിയുള്ളൂ എന്ന് ലാലേട്ടന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു സിനിമ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അല്ലാതെ അദ്ദേഹത്തിനൊരു മാസ് സിനിമ എടുത്തിട്ട് വമ്പ ഹിറ്റാക്കി എടുക്കാൻ കഴിയും. പക്ഷേ ലാലേട്ടൻ അത് വേണ്ടാന്ന് മനഃപൂർവ്വം വെച്ചതാണ്. ഇത് എന്താ പറയുക, ഒരു സംവിധാനം ചെയ്യണം എന്ന് വിചാരിച്ച് തപസ് ഇരുന്നിട്ടൊന്നും ചെയ്തതല്ല. ഇത് അപൂർവമായിട്ട് വന്നു കിട്ടി, അദ്ദേഹം അത് ചെയ്തു, അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പലർക്കും പല അഭിരുചികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിവ്യൂസ് കേൾക്കുമ്പോൾ ആ റിവ്യൂ പറയുന്ന ആളെക്കുറിച്ച് കുറച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പറയുന്ന ആളുകൾ ഒരുവിധം ഒരു 90% റിവ്യൂ പറയുന്ന ആൾക്കാരും അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് റിവ്യൂ പറയുന്നത്. ഒരു സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരും
റിച്ച് കൂട്ടുന്നില്ല. ഒരു സിനിമ കാണുമ്പോൾ അതെന്താണ് സിനിമ എന്ന് മനസ്സിലാക്കുക, അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും തന്നെ നോക്കുന്നില്ല. വെറുതെ അങ്ങോട്ട് കുറേ നേരം തിയേറ്ററിൽ പോയി ഇരുന്നുറങ്ങും, എന്നിട്ട് അങ്ങോട്ട് കാച്ചു. ഇങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുള്ളത്. ഞാൻ എൻ്റെ ടിക്കറ്റും സിനിമാ തിയേറ്ററും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ബറോസ് ഒരു സൂപ്പർ ഫിലിമാണ്, നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. ഈ പടത്തിൽ വിദേശ താരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരുപാട് ഭാഷകളിലുണ്ട് ഇത് സിനിമ പോകുന്നത്. ഒരുപാട് ഭാഷകളിലുണ്ട്. തെലുങ്ക്, കന്നഡ, ഹിന്ദി, തമിഴ്, മലയാളം. ഒരു പക്ഷേ ഇത് ഇംഗ്ലീഷിലോട്ടും വരും. എന്നിട്ട് അവിടെ ഒരു സംഭവം ഒരു ഒരുക്കി വെച്ചിട്ടുണ്ടാവാം. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല. ഒരു പക്ഷേ അത് സംഭവിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ ഒന്നും കൂടി ഒരു വീഡിയോ ചെയ്യും ഇതിനെ കുറിച്ചിട്ട്. ആ സംഭവം എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാത്തിരിക്കുക. എല്ലാവർക്കും ബൈ ബൈ.